പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ 5 ദിവസത്തെ വിദേശ പര്യടനത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. സൈപ്രസ്, കാനഡ, ക്രൊയേഷ്യ എന്നീ 3 സുപ്രധാന രാജ്യങ്ങൾ സന്ദർശിക്കുന്ന ഈ യാത്ര ഇന്ത്യയുടെ വിദേശനയത്തിൽ നിർണായക ചുവടുവയ്പായാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ പ്രധാനമന്ത്രിയുടെ ഈ യാത്ര ഇന്ത്യയിൽ വലിയ രാഷ്ട്രീയ വാക്പോരിനു തിരികൊടുത്തിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ തന്ത്രപരമായ നീക്കങ്ങളെ പ്രതിപക്ഷം പരിഹസിക്കുമ്പോൾ ശക്തമായ മറുപടിയുമായി ഭരണപക്ഷവും രംഗത്തുണ്ട്. എന്താണ് ഈ യാത്രയുടെ യഥാർത്ഥ പ്രാധാന്യം? എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ഇതിനെ വിമർശിക്കുന്നത്? നമുക്ക് വിശദമായി പരിശോധിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് സൈപ്രസിൽ തുടക്കമായി. തുടർന്ന് കാനഡയിൽ നടക്കുന്ന G7 ഉച്ചകോടിയിലും അദ്ദേഹം പങ്കെടുക്കും. ലോക നേതാക്കളുമായി, പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റുമായി ഒരേ വേദി പങ്കിടുമ്പോൾ അത് ലോകശ്രദ്ധ ആകർഷിക്കുമെന്ന് ഉറപ്പാണ്. എന്തുകൊണ്ട് സൈപ്രസ്? ചെറിയ രാജ്യമാണെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സൈപ്രസുമായുള്ള ബന്ധത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇന്ത്യയുടെ ഉറച്ച സുഹൃത്ത് സൈപ്രസ് എക്കാലവും ഇന്ത്യയുടെ വിശ്വസ്ത സുഹൃത്താണ്. 1998 ഇന്ത്യയുടെ ആണവ പരീക്ഷണങ്ങളെ പിന്തുണച്ച ചുരുക്കം ചില രാജ്യങ്ങളിലൊന്നാണ് സൈപ്രസ്. UN സുരക്ഷാ കൗൺസിലിൽ സ്ഥിരാംഗത്വത്തിനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളെ സൈപ്രസ് ശക്തമായി പിന്തുണയ്ക്കുന്നു. തുർക്കിക്കുള്ള സന്ദേശം: 1974 മുതൽ തുർക്കിയുമായി സംഘർഷത്തിൽ തുടരുന്ന രാജ്യമാണ് സൈപ്രസ്. ഈ സാഹചര്യത്തിൽ തുർക്കി-പാകിസ്ഥാൻ അച്ചുതണ്ടിനെതിരെ ഇന്ത്യ നൽകുന്ന ശക്തമായ ഒരു തന്ത്രപരമായ സന്ദേശമായാണ് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തെ നയതന്ത്ര വിദഗ്ധർ കാണുന്നത്. യൂറോപ്യൻ യൂണിയനിലെ പങ്ക്: 2026 യൂറോപ്യൻ യൂണിയന്റെ പ്രസിഡന്റ് സ്ഥാനം സൈപ്രസിനാണ്. ഇന്ത്യ-യൂറോപ്പ് വ്യാപാര കരാർ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യയ്ക്ക് ഇത് നിർണായകമാണ്. ഇന്ത്യയിലെ രാഷ്ട്രീയ വിവാദം: പ്രധാനമന്ത്രിയുടെ ഈ സുപ്രധാന യാത്രയെ പരിഹാസത്തോടെയാണ് പ്രതിപക്ഷം നേരിടുന്നത്. കേരളത്തിലെ കോൺഗ്രസിന്റെ ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിലിൽ ക്രൊയേഷ്യയും സൈപ്രസും പ്രധാനമന്ത്രിയുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള സ്ഥലങ്ങളാണെന്നും ഇത് വെറുമൊരു ഉല്ലാസയാത്രയാണെന്നും പരിഹസിച്ചു. കോൺഗ്രസ് നേതാവ് പവൻ ഖേര ഒരു പടി കൂടി കടന്ന് പ്രധാനമന്ത്രിക്ക് വിദേശനയത്തെക്കുറിച്ച് അറിയില്ലെന്നും ഇത്തരം പിക്നിക്കുകൾ രാജ്യത്തിന് ഒരു പ്രയോജനവും ചെയ്യില്ലെന്നും വിമർശിച്ചു. പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങൾക്ക് ശക്തമായ ഭാഷയിലാണ് BJP മറുപടി നൽകിയത്. കോൺഗ്രസ് പാർട്ടി നിഷേധാത്മകതയുടെ നവാബുമാരായി മാറിയെന്ന് BJP വക്താവ് ഷൈസാദ് പൂനാവാല തിരിച്ചടിച്ചു. വിദേശനയത്തിൽ പോലും കോൺഗ്രസ് വില കുറഞ്ഞ രാഷ്ട്രീയം കളിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. 26/11 മുംബൈ ഭീകരാക്രമണം നടക്കുമ്പോൾ രാഹുൽ ഗാന്ധി പാർട്ടികളിൽ പങ്കെടുത്തു നടന്നതും രാജ്യം ദുഃഖത്തിലായിരിക്കുമ്പോൾ അദ്ദേഹം വിയറ്റ്നാമിലേക്ക് പോയതും BJP ഓർമ്മിപ്പിച്ചു. സൈപ്രസിലെ ഇന്ത്യൻ സ്ഥാനപതിയുടെ പ്രതികരണം: വിവാദങ്ങൾക്കിടയിലും സൈപ്രസ് ഇന്ത്യയുടെ വലിയ സുഹൃത്താണെന്നും ഇന്ത്യ-യൂറോപ്പ് വ്യാപാര കരാർ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യയ്ക്ക് ഇത് നിർണായകമാണെന്നും സൈപ്രസിലെ ഇന്ത്യൻ സ്ഥാനപതി മനീഷ് വ്യക്തമാക്കി.